മണ്ടത്തരം പറയുന്നത് ക്യൂട്ടല്ല. ഗൗരവമുള്ള കാര്യങ്ങളെ നിസാരവൽക്കരിക്കുന്നത് ഫണ്ണല്ല. തലക്ക് വെളിവുള്ള മനുഷ്യർക്ക് ഇതിലൊരു കൗതുകവുമില്ല. അവതാരകരോടാണ് പറയാനുള്ളത്. നിങ്ങൾ ഒരു ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് പറയുന്ന ഓരോ വാക്കിനും വലിയ വിലയുണ്ട്. അത് കേട്ട് മുറിപ്പെടുന്ന മനുഷ്യരുണ്ട്. ആദ്യത്തെ കുഞ്ഞ് മരിച്ചു പോയത് ഒരു സിനിമാ കഥയോളം ലാഘവത്തോടെ പറയുമ്പോൾ ഇതേ കഥ ജീവിതത്തിൽ അനുഭവിച്ച എത്ര സ്ത്രീകളാണ് വീണ്ടും വേദനിക്കുന്നത്. ഒളിഞ്ഞു നോട്ടത്തിലെ കൗതുകം ഇങ്ങനെ ക്യൂട്ട്നെസ് വാരി എറിഞ്ഞ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ എത്ര വളർന്നു വരുന്ന ക്രിമിനൽസിനെയാണ് നിങ്ങൾ വളം വെക്കുന്നത്. ഇനിയും വൈകിട്ടില്ല. ബി ബെറ്റർ ഹ്യൂമൻസ്. നല്ല മനുഷ്യരാകുക ആദ്യം. എൻ്റെ വീട്ടിലും സ്ത്രീകളുണ്ട്. ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആഘാതം എത്രയെന്ന് എനിക്കറിയാം. പക്ഷേ ആ സമയത്തെ സാഹചര്യം കൈകാര്യം ചെയ്തത് വളരെ മോശമായി പോയി. ആ വീഡിയോ ഇന്ന് കാണുമ്പോൾ ഞാൻ എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. വീടിൻ്റെ ചില്ല് പൊട്ടിച്ചെറിയുക, ഒളിഞ്ഞു നോക്കുക എന്നൊക്കെ പറയുമ്പോൾ ചിരിയായിരുന്നു നൈനിഷ എന്ന ഈ സ്ത്രീക്ക് ആദ്യം വന്നത്. പിന്നീടാണ് ഇതിൻ്റെ പിന്നിലെ ഗുരുതര അവസ്ഥയെക്കുറിച്ച് ഇവർക്ക് ബോധ്യം വന്നതും. അതിനുശേഷം മാപ്പപേക്ഷയുമായി ഇവർ രംഗത്തെത്തിയിട്ടുണ്ട്. കുളിസീൻ കാണാനും കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കാനും പോവാറുണ്ടായിരുന്നു എന്ന് മമ്മു പറഞ്ഞതിങ്ങനെ. ഇത് ചിരിയോടെ കേട്ട് കൂടുതൽ പറയാൻ പ്രോത്സാഹിപ്പിച്ച ഇൻ്റർവ്യൂവർ നൈനിഷയ്ക്കെതിരെയും വ്യാപക വിമർശനം ഉയർന്നിരുന്നു. ഇതേ തുടർന്നാണ് തനിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും ന്യായീകരിക്കുന്നില്ലെന്നും നൈനിഷ പറഞ്ഞത്. താൻ സ്ത്രീകളെ മോശമായി കാണുന്ന ആളല്ലെന്നും ഒരു കുഞ്ഞിൻ്റെ അമ്മയാണെന്നും. വ്ളോഗർ തൊപ്പി എന്ന നിഹാദിൻ്റെ സുഹൃത്ത് മമ്മു ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ ചില പരാമർശങ്ങളാണ് വിവാദങ്ങൾക്ക് കാരണം. അടുത്ത വീട്ടിലെ സ്ത്രീകൾ താൻ കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കിയെന്നും നാട്ടിലെ വീടുകളിലെ ജനവാതിലുകൾ കല്ലെറിയുമായിരുന്നുമെന്നാണ് ഇയാൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം പുള്ളിക്കാരനെ നാട്ടുകാർക്ക് മനസ്സിലായി. പിടികിട്ട പുള്ളിയായി നാട്ടിൽ വിലസി നടന്ന മമ്മുവിനെ ഇപ്പോൾ നാട്ടുകാർ പഞ്ഞിക്കിടും. തൊപ്പി ഒഴിവാക്കിയത് കാരണം തന്നെ ഇപ്പോൾ നാട്ടിലേക്ക് പോകാനും കഴിയാത്ത അവസ്ഥയിലാണ് മമ്മു. ഇത്രയേറെ വിവരമില്ലായ്മ പറഞ്ഞ ഇവനെ ഒരിക്കലും കൂടെ കൂട്ടരുതെന്നാണ് മാനേജ്മെൻറ്റ് തൊപ്പിക്ക് താക്കീത് നൽകിയത്. വിവാദങ്ങളിൽ നിരാശ പൂണ്ട് ചെക്കൻ ഇനി വല്ല ആത്മഹത്യയിലേക്കും ചെന്നെത്തുമോ എന്നുള്ള ഭയമാണ് ഇപ്പോൾ. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ എല്ലാവരും പറഞ്ഞിരുന്ന പോലെ ഞാൻ ഒരു കുളിസീനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വളരെ മോശമായിട്ട് അവരുടെ പ്രൈവസി മാനിക്കാതിരിക്കുന്ന ഒരാളൊന്നുമല്ല. നിങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ ഞാനൊരു സ്ത്രീയാണ്. എന്റെ വീട്ടിലും സ്ത്രീകളുണ്ട്. എനിക്കിനൊരു ഒരു കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് അതിന്റെ ഒരു ആഘാതം നന്നായിട്ട് അറിയാം. പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഹാൻഡിൽ ചെയ്തത് വളരെ മോശമായിട്ടായി പോയി. അതായത് ഇന്നും ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എന്നോട് തന്നെ തോന്നാറുണ്ട്, എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ആ ടൈമിൽ അതിനെതിരെ വേറെ ഒന്നും പറയാൻ വേണ്ടി പറ്റിയില്ല. ഒരു സിറ്റുവേഷൻ ആണല്ലോ. അപ്പൊ എന്റെ സിറ്റുവേഷൻ വളരെ മോശമായി പോയി. ഞാൻ അങ്ങനെ ചെയ്തത് വളരെ മോശമായി പോയി. അപ്പൊ നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ മാപ്പ് ചോദിക്കുകയാണ്. എനിക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെ വലുതായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രയും വിധം സപ്പോർട്ടെല്ലാം എനിക്ക് തന്നിട്ടുണ്ട്. ഇന്റർവ്യൂസ് ഇഷ്ടപ്പെട്ടവരുടെ കമന്റ്സ് ആണ് ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നത്. കാര്യം എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വീഴ്ച വരുന്ന അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംസാരം വരുന്ന അവർ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞുപോയി. ആ ആൾ പറഞ്ഞപ്പം അതിനെതിരെ ഞാൻ വളരെ ലാഘവത്തോടു കൂടി ഞാൻ അതിനെ എടുത്ത് അത് ഞാൻ പറഞ്ഞു. ഇന്ന് ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായി എന്നോട് തന്നെ നല്ല ഒരു ദേഷ്യം വെറുപ്പും തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തോന്നിയവരോടൊന്നും എനിക്കൊരു പരാതിയില്ല, ഒരു സങ്കടമല്ലാതെ വേറെ ഒന്നും എനിക്കില്ല. അപ്പം ഇനിയുള്ള വീഡിയോസിൽ ഞാൻ മാക്സിമം എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വരാത്ത രീതിയിൽ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇനി ഇങ്ങനത്തെ ഒരു ലൈഫിൽ ഒരിക്കലും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ഒരിക്കൽ കൂടി ഒരു കാര്യമേ പറയാനുള്ളൂ. ഞാൻ ഒരിക്കലും അങ്ങനൊരു സ്ത്രീയല്ല. ആരെയും മാനിക്കാത്തതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രൈവസിയെ ബഹുമാനിക്കാത്തതോ ആയിട്ടുള്ള ഒരു സ്ത്രീയൊന്നും അല്ല ഞാൻ. എനിക്ക് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അതായത് എനിക്ക് എന്റേതായിട്ടൊരു സ്റ്റൈൽ തന്നെ ഞാൻ കീപ്പ് ചെയ്യാറുണ്ട്. അതന്നെ ഞാൻ അതിനോടൊക്കെ കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പം ആരും വേദനിപ്പിക്കണമെന്ന് ഞാൻ കരുതിയിട്ടില്ല. അപ്പൊ ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ സോറി പറയാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്റെ ആ ഒരു ഇന്ററാക്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ക്ഷമിക്കണം. സോറി.